KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു യാത്ര പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പെൻഷൻ. അതായത് പ്രായമായവർക്കുള്ള പെൻഷൻ 3000 ആക്കും എന്നുള്ളൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. നാലാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് 1000 രൂപ കിട്ടുന്ന മറ്റേ സ്ത്രീകൾക്ക് 2000 രൂപയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ യൂത്തിനെ പിടിച്ചൊരു കളി കളിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയാം? മോഡിഫിക്കേഷൻ അത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാറ്റും, അപകടപരമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുമെന്നുള്ളൊരു പ്രസ്താവന, ഏറ്റവും ലാസ്റ്റ് ചെറിയൊരു പ്രസ്താവന. അത് നല്ല രീതിക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരുപാട് വോട്ടുകൾ കയറിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ കേസിൽ ഒരുപാട് വോട്ടുകൾ കയറിയിട്ടുണ്ടാവും. പിന്നെ ഇപ്പം ഈ ജനങ്ങളല്ലേ, മാറും മറക്കും മരിക്കും, ഇതാണ് മനുഷ്യൻ. പല മാറ്റി ചിന്തിച്ചാണ്. ഇത്ര വർഷം അവർ ഭരിച്ചു, ഇത്ര വർഷം ഇവർ ഭരിക്കട്ടെ എന്ന് ചിന്തിച്ചവരും ഉണ്ടാവും. അങ്ങനെയാണ് ഈ വോട്ട് ഇത്രയേറെ മാറ്റം വന്നതാണ്. അത് തന്നെയാണ് ഇന്നത്തെ സംഭവത്തിൽ. അപ്പം എന്താണെങ്കിലും ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്ത പക്ഷമുണ്ടല്ലോ, അത് തന്നെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ബസ്സിൽ കയറാൻ വേണ്ടി ഇപ്പം ക്യൂ നിൽക്കുകയാണ് സത്യം, യാത്ര ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട്. അതുപോലെ 3000 രൂപ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ ഒരുപാട് പേരുണ്ടാവും. 1000 രൂപ കിട്ടിയവർക്ക് 2000 രൂപ കൊടുക്കുന്ന സ്ത്രീകൾ നോക്കി നിൽക്കുന്നവർ ഒരുപാട് പേര് ഉണ്ടാവും. വണ്ടികൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന, ഇതിനു വേണ്ടി നിങ്ങളുടെ ജയത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും. ഇവരൊന്നും മറക്കാതിരിക്കണം കേട്ടോ.